ഇപ്പോൾ ആറന്മുളയിലെ പ്രദേശങ്ങളിൽ ഇപ്പോൾ നിരവധി സ്ഥലങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. ഇപ്പോൾ നിൽക്കുന്നത് ആറന്മുള അമ്പലത്തിന് സമീപമാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇതാ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ബോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ബോട്ട് ഇറക്കിക്കൊണ്ട് ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു എന്ന് രാവിലെ മന്ത്രി PC വിഷ്ണുനാഥ് അടക്കം പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ ബോട്ട് എത്തിച്ചിട്ടുണ്ട്. അത് വെള്ളത്തിലേക്ക് ഇറക്കാനുള്ള നടപടികളുമായിട്ട് ജോലിക്കാരും മത്സ്യബന്ധന തൊഴിലാളികളും നീങ്ങുകയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന പ്രദേശത്തേക്ക് ഉള്ളിലേക്ക് പോകും തോറും നിരവധി വീടുകൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതിൻ്റെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ ബോട്ട് ഇറക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടിയുമായിട്ട് ജില്ലാ ഭരണകൂടമടക്കമുള്ളവർ എത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തോട്ട് പോകുമ്പോഴും നിരവധി വീടുകളുള്ളൊരു പ്രദേശം കൂടിയാണ്. ഈ പ്രദേശങ്ങളിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചില ആളുകൾ വീടുകളുടെ മുകളിൽ കയറി താമസിക്കുന്ന ഒരു നിലയിലായിരുന്നു കാര്യങ്ങൾ. എന്നാൽ വെള്ളം ഇറങ്ങാത്തൊരു സാഹചര്യത്തിൽ കൂടുതൽ ദിവസം ഇനി വെള്ളം നിൽക്കും. അതുപോലെ തന്നെ മഴ കൂടുതൽ ശക്തമായ സാഹചര്യത്തിൽ ഇനിയും വെള്ളം കൂടുതൽ ഉണ്ടാകും എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ കൂടുതൽ രക്ഷാപ്രവർത്തനത്തിനായി ബോട്ടുകൾ ഇറക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ബോട്ടുകൾ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഇറക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആറന്മുളയിലെ മറ്റ് വിവിധ ഭാഗങ്ങളിലും കോഴഞ്ചേരി അടക്കമുള്ള ഭാഗങ്ങളിലും ഇപ്പോൾ പല വീടുകളിലും വെള്ളം കയറിയൊരു സാഹചര്യമുണ്ട്. ഇപ്പോഴും പല വീടുകളിലും ആളുകൾ മുകളിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവർ പുറത്തിറങ്ങാനുള്ളൊരു സാഹചര്യം ഇപ്പോഴും കാണുന്നില്ല. പലരും MLA അടക്കമുള്ളവർ പറഞ്ഞിരുന്നു, ആരും വീടുകളിൽ തന്നെ താമസിക്കരുത്, വെള്ളം ഉടനെയൊന്നും ഇറങ്ങാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പോഴും പറയാനുള്ളത്, വീടുകളിൽ താമസിക്കുന്നവർ ഉടൻ തന്നെ ഇറങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് പറയുക. കാരണം രാവിലെ മുതൽ ഈ പ്രദേശത്ത് വലിയ തോതിലുള്ള മഴ പെയ്യുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം അതിരൂക്ഷമായിട്ടുള്ളൊരു മഴ പെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും വെള്ളം ഉയരാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല മൂഴിയാർ ഡാം ഉടൻ തന്നെ തുറക്കും എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. കാരണം രാവിലെ മുതൽ പറഞ്ഞിരുന്നു, മൂഴിയാർ ഡാം തുറക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായിട്ട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കൂടുതൽ മഴ പെയ്ത സാഹചര്യത്തിൽ ഉടൻ തന്നെ മൂഴിയാർ ഡാം തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അപ്പോൾ കൂടുതൽ വെള്ളം പമ്പയാറ്റിലേക്കും ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളിൽ, ഈ ആറന്മുള അടക്കമുള്ള പ്രദേശങ്ങളിലും വെള്ളം ഉയരാനുള്ള സാധ്യത ഇനിയുമുണ്ട്. അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഗുരുതരമാക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലുള്ളവർ മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശവും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ബോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ രക്ഷാപ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മളിപ്പോൾ രാവിലെ കണ്ടിരുന്നു, കോഴഞ്ചേരി നമ്മൾ പോയപ്പോൾ നമ്മൾ കണ്ടിരുന്നു, പമ്പയാർ അതിഭീകരമായിട്ട് രീതിയിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ, ഈ പമ്പയാറ്റിൽ നിന്നുള്ള വെള്ളം തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നതിനും അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്, ഈ പ്രദേശങ്ങളിലെല്ലാം നിരവധി വീടുകൾ മുങ്ങിക്കിടക്കുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതേ സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതിൽ സാഹചര്യം കൂടുതൽ രൂക്ഷമാകാനുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ഇനിയും ഈ കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്താനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട്. കാരണം മഴ അതിരൂക്ഷമായിട്ട് പെയ്യുന്നൊരു സാഹചര്യമാണ് ഇന്നലെ രാത്രി മുതൽ പത്തനംതിട്ടയിലും കിഴക്കൻ മേഖലകളിലും ഉണ്ടായിരുന്നത്. പലയിടങ്ങളിലുമായിട്ടും മണ്ണിടിച്ചിൽ പോലെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായതായിട്ടും മലവെള്ളപ്പാച്ചിൽ പോലെ ഉണ്ടായതായിട്ടും പറയപ്പെടുന്നുണ്ടായിരുന്നു. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ ചില ഉൾപ്രദേശങ്ങളിൽ, അതായത് അരുവാപ്പുലം പോലെയുള്ള പ്രദേശങ്ങളിൽ, കാടുകളിലടക്കം ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസം ഉണ്ടായതായിട്ടും നദികളിൽ ജലപ്രവാഹം കൂടിയതായിട്ടും അവിടെയുള്ള ജനപ്രതിനിധികൾ നമ്മളോട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രി തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികളും ഇന്നലെ തന്നെ സ്വീകരിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന വെള്ളം തീർച്ചയായിട്ടും ഒഴുകി വരേണ്ടത് ഈ പറയുന്ന ആറന്മുള പ്രദേശത്താണ്. അത് ഒഴുകി വരേണ്ട സമയം ഏതാണ്ട് അടുത്തു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ രാവിലെ കണ്ടതുപോലെ തന്നെ ആ പമ്പയാറ്റിൽ അതിരൂക്ഷമായിട്ടുള്ള ജലം ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അവിടെ നിന്നുള്ള വെള്ളമാണ് ഇപ്പോൾ ഒഴുകി വരുന്നതും ആളുകൾ കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാവിലെ തന്നെ ഈ ബോട്ടുകൾ ഇറക്കി ആളുകളെ രക്ഷപ്പെടുത്താനുള്ളൊരു നിലയിലേക്കും കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദിവ്യ.